ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ഡോക്സ്. ഇപ്പോൾ ലോക്സഭ ഇലക്ഷൻ ഇന്ത്യയിൽ മൊത്തം തെരഞ്ഞെടുത്തു കഴിഞ്ഞു. എന്നാൽ ലോക്സഭയിൽ തന്നെ അതായത് പാർലമെന്റിൽ തന്നെ രണ്ട് സഭയുണ്ടെന്ന് എത്ര പേർക്കറിയാം? അതായത് ഒന്ന് രാജ്യസഭയും ഒന്ന് ലോക്സഭയും. അപ്പോൾ ഈ ലോക്സഭയിൽ മാത്രമോ നമ്മൾ പോയി തെരഞ്ഞെടുക്കുന്നുള്ളൂ? പക്ഷേ രാജ്യസഭയിലാണെങ്കിലോ നമ്മൾ തെരഞ്ഞെടുത്ത് വിട്ട MLAs ആണ് അവിടെ പോയി ഓരോ ആൾക്കും വോട്ട് ചെയ്യുന്നത്. എന്നാൽ ഇതിലും ഏറ്റവും ഹൈലൈറ്റ് ആയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അതായത് ലോക്സഭയിലോട്ടാണ് നമ്മൾ തെരഞ്ഞെടുത്ത് വിടുന്നെങ്കിലും അപ്പോൾ ഇവരൊരു നിയമം പാർലമെന്റിൽ കൊണ്ടുവന്ന് അത് ഇന്ത്യയിൽ നിയമമായി മാറണമെങ്കിൽ ഇതേ രാജ്യസഭയിലുള്ള ആൾക്കാരുടെ അംഗീകാരം കൂടെ വേണമെന്ന് എത്ര പേർക്കറിയാം? അതെ, ഈ രാജ്യസഭയുടെ ആൾക്കാരുടെ അംഗീകാരം ഇല്ലെങ്കിൽ ഈ ബില്ലൊന്നും പാസ്സാവില്ല. അപ്പോൾ പലർക്കും അറിയാത്തൊരു കാര്യം, അതായത് ഈ ലോക്സഭ എന്താ രാജ്യസഭ എന്താ, ഇത് രണ്ടിലും ഏതിനാണ് ഏറ്റവും കൂടുതൽ പവറുന്നത്? അതായത് നമ്മൾ തെരഞ്ഞെടുത്ത് വിടുന്ന ലോക്സഭയ്ക്കാണോ രാജ്യസഭയിലുള്ള MPക്കാണോ അധികം പവറുന്നത്? അപ്പോൾ അതാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എൻ്റെ പേര് അർഷൻ. അപ്പോൾ വീഡിയോയിട്ട് കിടക്കുന്നതിന് മുമ്പ് ഒരേ ഒരു കാര്യം, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ വീഡിയോസിനെല്ലാം എപ്പോഴും ലൈക്ക് കുറവാണ്. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അതിൽ ഏതെങ്കിലും ഒരു റിയാക്ഷൻ നിങ്ങൾ എന്തായാലും ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ വീഡിയോ ഇട്ട് കിടക്കാം. അപ്പോൾ ഇതിനെക്കുറിച്ച് നോക്കണമെങ്കിൽ ആദ്യം തൊട്ട് കുറച്ച് ഹിസ്റ്ററി നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട്. അതായത് 1947 നമുക്ക് ഇൻഡിപെൻഡൻസ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഇൻഡിപെൻഡൻസ് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇന്ത്യനെ എങ്ങനെ ഭരിക്കണം എന്നുള്ളതായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് ഒന്നെങ്കിൽ ചൈന പോലെയുള്ള കമ്മ്യൂണിസ്റ്റ് രാജ്യം പോലെ അങ്ങനെയുള്ള ഭരണമോ അല്ലെങ്കിൽ അമേരിക്ക പോലെയുള്ള ഡെമോക്രസി ഭരണമോ, ഇതിൽ രണ്ടിലും ഏതെങ്കിലും ഒന്നാണ് ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിലൊക്കെ എന്താണെന്ന് വെച്ചാൽ അതായത് അവിടെയുള്ള ജനങ്ങൾക്കൊന്നും ഒരു അധികാരവും ഉണ്ടാവില്ല. അവിടെയുള്ള ഭരിക്കുന്ന പാർട്ടി ആയിരിക്കും നമ്മളെ ഫുള്ളും കൺട്രോൾ ചെയ്യുന്നത്. ഈ ഡെമോക്രാറ്റിക്കിലാണെങ്കിലോ അതായത് നമുക്ക് ഇഷ്ടപ്പെട്ട ആളെ അല്ലെങ്കിൽ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ആളെ നമുക്ക് തിരഞ്ഞെടുക്കാം. അതായത് ഇവിടെ പവർ മൊത്തം ആൾക്കാരുടെ കയ്യിലായിരിക്കും, അതായത് ജനങ്ങളുടെ കയ്യിലായിരിക്കും ഈ ഡെമോക്രസിയിൽ പവർ ഉണ്ടാവുന്നത്. അപ്പോൾ ഇന്ത്യ ഈ ഡെമോക്രസി ചൂസ് ചെയ്യുന്നു. അപ്പോൾ ഈ ഡെമോക്രസിയിലും രണ്ട് ടൈപ്പ് ഡെമോക്രസി ഉണ്ട്. ഒന്ന് അമേരിക്ക പോലെ, അതായത് പ്രസിഡന്റ് ഡെമോക്രസി എന്ന് പറയപ്പെടും. അതെന്താന്ന് വെച്ചാൽ അതായത് അവിടെയുള്ള തീരുമാനങ്ങളെല്ലാം പ്രസിഡന്റ് ആയിരിക്കും എടുക്കുന്നത്. അതുപോലെ തന്നെ പ്രസിഡന്റിനെയും അവിടെയുള്ള ജനങ്ങളായിരിക്കും തെരഞ്ഞെടുത്ത് അതായത് പാർലമെന്റിലോട്ട് അയക്കുന്നത്. ഇതിന്റെ രണ്ടാമത്തെ സിസ്റ്റം എന്താണെന്ന് വെച്ചാൽ അതായത് പാർലമെന്റ് സിസ്റ്റം എന്ന് പറയും. അപ്പോൾ അതായത് അമേരിക്കയിൽ എങ്ങനെയാണ് ഈ പ്രസിഡന്റിനെ തെരഞ്ഞെടുത്ത് വിടുന്നത് ഉള്ള കാര്യങ്ങളൊക്കെ അത് ഡിഫറെന്റ് മെക്കാനിസമിലാണ് വർക്ക് ചെയ്യുന്നത്. അതിനെക്കുറിച്ച് അറിയണം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്താൽ മതി. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ ചെയ്യാം. ഇനി നമുക്ക് പാർലമെന്റ് സിസ്റ്റത്തിലോട്ട് നോക്കാം. അപ്പോൾ ഈ പാർലമെന്റ് സിസ്റ്റത്തിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ അതായത് ഇവിടെ കൂടുതൽ പവറും അതായത് എല്ലാ ഡിസിഷനും ആദ്യം എടുക്കുന്നത് പ്രൈം മിനിസ്റ്റർ ആയിരിക്കും. അതിനുശേഷമായിരിക്കും ഇതിനെ അപ്രൂവിന് അയക്കുന്നത്, അതായത് പ്രസിഡന്റിലോട്ട് അപ്രൂവലിലോട്ട് അയക്കുന്നത്. അപ്പോൾ മറ്റേ സിസ്റ്റത്തിനെ കമ്പയർ ചെയ്യുമ്പോൾ ഈ സിസ്റ്റത്തിൽ അതായത് പ്രസിഡന്റിനെക്കാട്ടിലും പ്രൈം മിനിസ്റ്ററിനാണ് ഇത് സിഗ്നിഫിക്കന്റ് റോൾ ഉള്ളത്. അപ്പോൾ നിങ്ങൾ പലപ്പോഴും ആലോചിച്ചാണ് അതായത് ഫോറിൻ മീറ്റിങ്ങിനെല്ലാം പോകുമ്പോൾ ഇന്ത്യയുടെ മാത്രം പ്രൈം മിനിസ്റ്റർ പോകും, പക്ഷെ അമേരിക്കൻ്റെ എല്ലാം പ്രസിഡന്റ് പോകും. ഇതിന്റെ കാരണം ഇതാണ്, അതായത് ഇന്ത്യയിൽ പാർലമെന്റ് സിസ്റ്റമാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യയും ഈ പാർലമെന്റ് സിസ്റ്റത്തിനാണ് അന്ന് അഡോപ്റ്റ് ചെയ്തത്. അപ്പോൾ ഈ പാർലമെന്റ് സിസ്റ്റത്തിനും 3 സിസ്റ്റം ഉണ്ട്. അതായത് ഒരു ബിൽ കൊണ്ടുവരികയാണെങ്കിൽ അത് പാർലമെന്റിൽ ആദ്യം ലോക്സഭയിലായിരിക്കും കൊണ്ടുവരുന്നത്. അതിനുശേഷം അത് രാജ്യസഭയിൽ അപ്രൂവ് കിട്ടണം, ലോക്സഭയിൽ അപ്രൂവ് കിട്ടണം. അതിനുശേഷമായിരിക്കും അതിൽ പ്രസിഡന്റ് സൈൻ ചെയ്യുന്നത്. എങ്കിൽ മാത്രമോ അത് നിയമമായിട്ട് ഇന്ത്യയിൽ പാസ്സാവുള്ളൂ. അപ്പോൾ ഈ 3 അപ്രൂവലും കിട്ടണം. അപ്പോൾ പലർക്കും സംശയം തോന്നാം, അതായത് ഈ ലോക്സഭ എന്താണ് രാജ്യസഭ എന്താണ്, അതായത് ഇതിന്റെ തമ്മിലുള്ള വ്യത്യാസം എന്താണ്, ഇതിൽ ഏത് MPക്കാണ്, അതായത് ലോക്സഭയിലും MP ആണ് രാജ്യസഭയിലും MP ആണ്, ഈ രണ്ടിലും ഏത് MPക്കാണ് കൂടുതൽ പവർന്ന് അതാണ് നോക്കാൻ പോകുന്നത്. ആദ്യം ലോക്സഭേന്റെ നോക്കാം. അപ്പോൾ ലോക്സഭ അതായത് ഇന്ത്യയിൽ ഏകദേശം 543 സീറ്റുകളാണ് ലോക്സഭാ സീറ്റുകൾ ഉള്ളത്. ഇതിൽ 272 സീറ്റ് ഏത് പാർട്ടി ജയിക്കുന്നോ അവരായിരിക്കും ലോക്സഭയിൽ ഭരിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ അതായത് മെജോറിറ്റി കിട്ടിയില്ലെങ്കിൽ അവിടെ വീണ്ടും അതായത് ഏറ്റവും കൂടുതൽ മെജോറിറ്റി ഏത് ഗവൺമെന്റിന് കിട്ടുന്നോ ഗവൺമെന്റ് ഫോം ചെയ്യാൻ വേണ്ടി പ്രസിഡന്റ് വിളിക്കും. അവരും അതായത് മെജോറിറ്റി ഫുൾഫിൽ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ വീണ്ടും റീ ഇലക്ഷനിലോട്ട് പോകുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ മറ്റൊരു ഓപ്ഷൻ കൊടുക്കും, അതായത് പ്രതിപക്ഷത്തിന് ഫോം ചെയ്യാൻ പറ്റുമെന്ന്. അതും പറ്റിയില്ലെങ്കിൽ റീ ഇലക്ഷനിലോട്ടായിരിക്കും പോകുന്നത്. ഇപ്പോൾ ലോക്സഭയിൽ മെമ്പർ ആവണമെങ്കിൽ എന്തെല്ലാം ക്വാളിറ്റീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് നിങ്ങൾക്ക് 25 വയസ്സിന്റെ മേലെ ആയിരിക്കണം, അല്ലെങ്കിൽ 25 വയസ്സ് അല്ലെങ്കിൽ 25 വയസ്സിന്റെ മേലെ ആയിരിക്കണം. അതുപോലെ തന്നെ നിങ്ങൾ ഒരു ഇന്ത്യൻ സിറ്റിസൺ ആവണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് പാർട്ടിയിലും മത്സരിക്കാം അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് കാൻഡിഡേറ്റ് ആയിട്ട് മത്സരിക്കാം. അങ്ങനെ നിങ്ങൾ ഏതെങ്കിലും ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിങ്ങൾ മത്സരിച്ച് ജയിച്ചു കഴിഞ്ഞാൽ നിങ്ങളും ഒരു MP ആവും. അപ്പോൾ ആദ്യം ഇന്ത്യയിൽ 545 ലോക്സഭാ സീറ്റുകളായിരുന്നു, അതായത് 2 സീറ്റ് വന്നിട്ട് ആംഗ്ലോ ഇന്ത്യൻ അവർക്കായിരുന്നു മാറ്റി വെച്ചുകൊണ്ടിരുന്നത്. 2020 ഇത് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യയിൽ അമെന്റ്മെന്റ് കൊണ്ടുവന്ന് ആംഗ്ലോ ഇന്ത്യൻ ആ 2 സീറ്റുകളും എടുത്തു കളഞ്ഞ് 543 കുറച്ചിട്ടുണ്ട്. ഇനി രാജ്യസഭയുടെ കേസ് എടുത്തു നോക്കണമെങ്കിൽ രാജ്യസഭയിൽ 245 സീറ്റാണ് ഉള്ളത്, അതായത് 45 MPs ആണ് ഉള്ളത്. ഇതിൽ 233 MPs മാത്രമോ അതായത് MLAs എല്ലാം തെരഞ്ഞെടുക്കുള്ളൂ. ബാക്കി 12 വന്നിട്ട് അതായത് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആണ് നോമിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രസിഡന്റ് നോമിനേറ്റ് ചെയ്യുന്നത് അതായത് പ്രധാനമായിട്ടും പറയുന്നത് പ്രൈം മിനിസ്റ്ററും ഹോം മിനിസ്റ്ററും എല്ലാം പറയുന്ന അതായത് അവർ കൊടുക്കുന്ന നോമിനി തന്നെയായിരിക്കും അതായത് ഈ പ്രസിഡന്റ് നോമിനേറ്റ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ആ 12 പേര് ആരൊക്കെയായിരിക്കും എന്ന് വെച്ചാൽ അതായത് എന്തെങ്കിലും രീതിയിൽ ഒരു ഉന്നത പൊസിഷനിൽ ഉള്ള ആൾക്കാരായിരിക്കും, അതായത് എന്തെങ്കിലും രീതിയിൽ അവരുടെ
സ്കില്ലോ അല്ലെങ്കിൽ ടാലന്റോ അവർ തെളിയിച്ചു കഴിഞ്ഞ ആൾക്കാരായിരിക്കും ഈ 12 മാക്സിമം സെലക്ട് ചെയ്യുന്നത്. അങ്ങനെയാണ് സച്ചിൻ ടെണ്ടുൽക്കറും PT ഉഷയും അതുപോലെ തന്നെ സുധാമൂർത്തി എല്ലാം തന്നെ രാജ്യസഭ MP ആയി മാറിയതും. അപ്പോൾ ഇത് ഈ 12 നോമിനി പ്രസിഡന്റ് ആണ് നോമിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഒരു MP ആവണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ 30 വയസ്സിന്റെ മേലെ ആവണം. അതായത് നേരത്തെ 25 വയസ്സാണെങ്കിൽ ഇതിൽ നിങ്ങൾക്ക് 30 വയസ്സിന്റെ മേലെ ആവണം. അതുപോലെ തന്നെ ഇന്ത്യൻ സിറ്റിസണും ആവണം. അപ്പോൾ ഈ 2 ക്രൈറ്റീരിയ മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്കും ഇതിൽ MP ആയി മാറാം. അപ്പോൾ ഈ ലോക്സഭേനെ ടെമ്പററി സീറ്റ് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഈ രാജ്യസഭേനെ അതായത് പെർമനന്റ് സീറ്റ് എന്നാണ് പറയുന്നത്. അതായത് ഈ ലോക്സഭയ്ക്ക് ലോവർ ഹൗസ് എന്നൊരു പേരും കൂടിയുണ്ട്. അതായത് ജനങ്ങളാണ് ഇവിടെ തെരഞ്ഞെടുത്ത് വിടുന്നത്. എന്നാൽ ഈ രാജ്യസഭേനെ അപ്പർ ഹൗസ് എന്ന് പേരുണ്ട്. അതായത് ഇവിടെ മൊത്തം നമ്മൾ തെരഞ്ഞെടുക്കപ്പെട്ട ആ സ്ഥാനാർത്ഥികളായിരിക്കും ഇവരെ തെരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഇത് രണ്ടുമാണ് ഇതിന്റെ പേരുകളുള്ളത്. അപ്പോൾ ഈ ലോക്സഭേനെ എന്തുകൊണ്ടാണ് ടെമ്പററി ഹൗസ് എന്ന് പറയുന്നതെന്ന് വെച്ചാൽ അതായത് ലോക്സഭ ഇലക്ഷൻ ഇന്ത്യയിൽ 5 വർഷത്തിൽ ഒരു തവണയാണ് നടക്കുന്നത്. അല്ലെങ്കിൽ അതിന് മെജോറിറ്റി പോകുമ്പോഴായിരിക്കും നടക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇലക്ഷൻ നടക്കുമ്പോൾ ഈ ലോക്സഭയിലെ എല്ലാ മെമ്പേഴ്സിനെയും പിരിച്ചുവിട്ടതിന് ശേഷമായിരിക്കും ഈ ലോക്സഭ ഇലക്ഷൻ നടക്കുന്നത്. അതായത് അടുത്ത ഗവൺമെന്റ് പദവി വെക്കുമ്പോൾ തന്നെ ഇവർ മൊത്തം ഇവിടെ നിന്ന് റിസൈൻ ചെയ്ത് പോകേണ്ടതാണ്. അതുപോലെ തന്നെ ഈ രാജ്യസഭേന്റെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ ഡിഫറന്റ് ആണ്. അതായത് ഇവിടെ 6 വർഷത്തിലൊന്നായിരിക്കും ഇലക്ഷൻ നടക്കുന്നത്. അതായത് 2.5 വർഷമാകുമ്പോൾ ഒരു സെർട്ടൻ പെർസെന്റേജ് ഓഫ് അതായത് MPs ഇവിടെ റിട്ടയർഡ് ആയിക്കൊണ്ടേ ഇരിക്കും. കാരണം ഇത് പെർമനന്റ് ആയതുകൊണ്ട് ഇതിനെ പിരിച്ചുവിടേണ്ട ആവശ്യമില്ല. ഇതിങ്ങനെ തുടർന്ന് നടന്നുകൊണ്ടേ ഇരിക്കും. അപ്പോൾ 2.5 വർഷം കൂടുമ്പോൾ ഈ 245-ൽ ഒരു 33% ആൾക്കാർ റിട്ടയർഡ് ആകുമ്പോൾ ആ റിട്ടയർഡ് ആയി പോയ ആൾക്കാരുടെ പൊസിഷനിലോട്ട് അടുത്ത ആൾക്കാർ മത്സരിച്ച് വീണ്ടും ആ ഒരു പൊസിഷനിൽ എത്തുകയാണ്. അതുകൊണ്ടാണ് ഇതിനെ പെർമനന്റ് ഹൗസ് എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ ലോക്സഭേനെ മൊത്തം കൺട്രോൾ ചെയ്യുന്നത് സ്പീക്കർ ആയിരിക്കും. അതുപോലെ തന്നെ ഡെപ്യൂട്ടി സ്പീക്കറും. അപ്പോൾ ഈ സ്പീക്കർ എങ്ങനെയാണെന്ന് വെച്ചാൽ അതായത് നമ്മൾ ഇപ്പോൾ തെരഞ്ഞെടുക്കപ്പെടുന്ന BJP യോ അല്ലെങ്കിൽ കോൺഗ്രസോ ഇവർ ഒരാളെ റെക്കമെൻഡ് ചെയ്യും. അവരായിരിക്കും ഈ സ്പീക്കറും ഡെപ്യൂട്ടി സ്പീക്കറും ആവുന്നത്. എന്നാൽ ഈ രാജ്യസഭേനെ കൺട്രോൾ ചെയ്യുന്നത് ചെയർമാനും ഡെപ്യൂട്ടി ചെയർമാനുമാണ്. അതായത് ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് ആണ് ഇതിൽ ചെയർമാന്. അപ്പോൾ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് TVയിലെല്ലാം കണ്ടിട്ടുണ്ടാവും. അതായത് നമ്മുടെ വൈസ് പ്രസിഡന്റായ ജഗദീപ് ധൻകർ അവിടെ പോയി അതായത് മൊത്തം കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ ചെയർമാൻ എന്ന് പറയുന്നത് ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് ആണ്. അപ്പോൾ ഇവരാണ് ഈ രാജ്യസഭേനെ കൺട്രോൾ ചെയ്യുന്നത്. ഇനി ലാസ്റ്റത്തെ ചോദ്യത്തിലോട്ട് വരാം. അതായത് ഇത് രണ്ടിൽ ഏത് MPക്കാണ് പവർ എന്ന്. അതായത് രാജ്യസഭ MPക്കാണോ ലോക്സഭ MPക്കാണോ അല്ലെങ്കിൽ ഈ 2 ഹൗസിൽ ഏത് ഹൗസിനാണ് പവർ എന്ന്. അപ്പോൾ ഇതിൽ ഏറ്റവും പവർ എന്ന് പറയുന്നത് ലോക്സഭയ്ക്ക് തന്നെയാണ്. അതായത് നമ്മൾ തെരഞ്ഞെടുത്ത് വിടുന്ന അവർക്ക് തന്നെയാണ് ഏറ്റവും കൂടുതൽ പവർ ഉള്ളത്. പക്ഷേ ഈ രാജ്യസഭയുടെ അപ്രൂവൽ ഇല്ലെങ്കിൽ ചില ബില്ലുകളൊന്നും പാസ്സാവില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഫിനാൻസ് അതുപോലെ തന്നെ മണി റിലേറ്റഡ് ആയ ബില്ലെല്ലാം തന്നെ ഈ രാജ്യസഭയിൽ പാസ്സായില്ലേലും അത് ലോക്സഭയിൽ മാത്രം പാസ്സായാൽ മതി, അത് അപ്രൂവ് ചെയ്യും. പക്ഷെ ചില ബില്ലുകളെല്ലാം തന്നെ അതായത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്തെങ്കിലും അമെൻമെന്റ് വരേണ്ടയോ അല്ലെങ്കിൽ നമ്മുടെ നിയമം എന്തെങ്കിലും മാറ്റണം എന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നമ്മൾ ഈ രാജ്യസഭയിലും അതിന്റെ അപ്രൂവ് കിട്ടിയതിന് ശേഷം മാത്രമോ നമുക്കിത് മാറ്റാൻ കഴിയുള്ളൂ. അപ്പോൾ ഇതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ അതായത് ഈ 2 ഹൗസസും ഇമ്പോർട്ടന്റ് ആണ്. പക്ഷേ ഇമ്പോർട്ടന്റ് സാഹചര്യം എല്ലാം വരുമ്പോൾ ലോക്സഭയ്ക്കാണ് കൂടുതൽ പവർ. അത് മാത്രമല്ല പലർക്കും അറിയാത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അതായത് ഇന്ത്യൻ പ്രധാനമന്ത്രി ആവണമെങ്കിൽ അതായത് ലോക്സഭ ഇലക്ഷനിൽ നിന്ന് മത്സരിച്ച് ജയിച്ചാൽ മാത്രമോ അതായത് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ആവാൻ പറ്റുള്ളൂ എന്നാണ് അതായത് പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. എന്നാൽ ഇത് സത്യമല്ല. അതായത് രാജ്യസഭയത്തെ ഒരു MP നമ്മുടെ വേണമെങ്കിൽ പ്രൈം മിനിസ്റ്ററായി മാറാം. ഇതിന്റെ ബെസ്റ്റ് ഉദാഹരണം എന്താണെന്ന് വെച്ചാൽ ഇന്ദിരാഗാന്ധി മൻമോഹൻ സിംഗ് എല്ലാം തന്നെ ഇങ്ങനെ തന്നെയാണ്. അതായത് രാജ്യസഭയിൽ നിന്നാണ് അവർ പ്രൈം മിനിസ്റ്ററായി മാറിയത്. ഇനി ഇതുകൂടാതെ ഒരു ഹൈലൈറ്റും കൂടി ഉണ്ട്. അതായത് ഇലക്ഷൻ ഒന്നും നിൽക്കാതെ തന്നെ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ആവാം. അതായത് 6 മാസത്തേക്ക്. അതെന്താണെന്ന് വെച്ചാൽ അതായത് ടെമ്പററി ഗവൺമെന്റ് വരുമ്പോൾ ഈ ഒരു 6 മാസത്തിന് വേണ്ടി 6 മാസം വരെ ഈ പ്രൈം മിനിസ്റ്റർ കണ്ടിന്യൂ ചെയ്യാം. അത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ കൊടുക്കുന്നതാണ്. അപ്പോൾ ഈ 6 മാസം കഴിഞ്ഞിട്ട് വീണ്ടും റീ ഇലക്ഷനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലത്ത് ഇലക്ഷനിൽ നിന്ന് അവർ ജയിച്ചു വരാറാണ് പതിവ്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ഇലക്ഷൻ പ്രൊസീജിയർ എല്ലാം നടക്കുന്നത്. അപ്പോൾ ഈ കാര്യത്തിൽ അതായത് ലോക്സഭ എന്താണ് രാജ്യസഭ എന്താണെന്നുള്ള ഐഡിയ നിങ്ങൾക്ക് ഫുള്ളായി കിട്ടിക്കാണും. എന്തെങ്കിലും കാര്യത്തിൽ എവിടെയെങ്കിലും ഡൗട്ട് തോന്നി അല്ലെങ്കിൽ ഏതെങ്കിലും പോർഷൻ മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്താൽ മതി. അടുത്ത വീഡിയോയിൽ അല്ലെങ്കിൽ ആ കമന്റിൽ തന്നെ അതിന് ഫുള്ളായിട്ടും റിപ്ലൈ ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഡിസ്ലൈക്ക് ചെയ്യുക. സീ യു നെക്സ്റ്റ് വീഡിയോ.